പ്രതിപക്ഷ നേതാവിനെതിരെ BJP RSS ഡീൽ ആരോപിച്ച് മുഖ്യമന്ത്രി അങ്ങനെ മറു ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. 2006 പറവൂരിൽ RSS നടത്തിയ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ താണുവണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, അന്നത്തെ ചിത്രമടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉയർത്തി കലാകാലങ്ങളായി CPM ഉൾപ്പെടെ LDF ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം അതിപ്പോൾ ഇന്നൊരു ചോദ്യമായി മുഖ്യമന്ത്രി എവിടെയാണ് ഉന്നയിച്ചത്? ഇത് ഏത് രീതിയിൽ ചർച്ച ചെയ്യിക്കാനാണ് ഇപ്പോൾ LDF ക്യാമ്പിന്റെ തീരുമാനം? പ്രജീഷ്, കാലങ്ങളായി പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CPM ഉയർത്തുന്ന ആരോപണമാണ് RSSുമായിട്ടുള്ള ഡീല് അല്ലെങ്കിൽ RSSുമായിട്ടുള്ള VD സതീശന്റെ അടുപ്പം. അതിന് അദ്ദേഹം കൃത്യമായി മറുപടിയും നൽകിയിട്ടുണ്ട്. 2006 ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്ന VD സതീശന്റെ ഫോട്ടോ പലതവണ അത്തരത്തിൽ പ്രചരിപ്പിച്ചതാണ്. ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അത് ഒന്നുകൂടി സമൂഹ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കൂടെയാണ് അത് പങ്കുവയ്ക്കുന്നത്. അതിന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്ന മറുപടി 2006 ആ ചടങ്ങിൽ, അതൊരു പുസ്തക പ്രകാശ ചടങ്ങായിരുന്നു, അതിൽ പങ്കെടുക്കാൻ പോയത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് അതേ പുസ്തകത്തിന്റെ പ്രകാശനം അത് നിർവഹിച്ചത് VS അച്യുതാനന്ദനാണ് എന്നുള്ളൊരു വാദം ഉയർത്തിക്കൊണ്ടാണ് അതിനെ പലതവണ khണ്ഡിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ആദ്യം മുതൽ തന്നെ ഡീൽ ആരോപണം ഉയർത്തിയത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഡീലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി നിർത്താതെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM തയ്യാറായത് എന്നുള്ളതായിരുന്നു ആ ഡീലിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് എത്രമാത്രം CPMനെയും LDFനെയും പ്രതിരോധത്തിലാക്കി എന്നതും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഈ കാര്യങ്ങളെ ഇപ്പോഴും പ്രതിരോധിക്കേണ്ട സ്ഥിതി വരുന്നത്. ഓരോ ദിവസവും ആ ഡീൽ ആരോപണം പല നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്, പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിനെല്ലാം പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ നിലവിൽ CPM. അതിന്റെ ഭാഗമായി കൂടിയാണ് പ്രതിപക്ഷ നേതാവിനെതിരെയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്.